ഈ കെ മുരളീധരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം ഇവിടെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം, സംസ്ഥാന കോൺഗ്രസിലെ ചില നേതാക്കൾ ഇത്രയും വലിയ വിജയം പ്രതീക്ഷ കാണുകയില്ല ദേശീയ തലത്തിൽ. അതായത് ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് ഇത്രയും സീറ്റുകളിലേക്ക് വരുന്നത്. 100 തൊടുകയാണ് കോൺഗ്രസ്. അതുപോലെ കേരളത്തിൽ 2019 അതേപടി തന്നെ കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും ഒരു തീരുമാനമെടുത്താൽ അത് വീണ്ടും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ? ഈ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടതല്ലേ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബാധ്യത എന്ന് പറയുന്നത്? അതിലേക്ക് ഞാൻ വരാം. ഞാൻ സാഗൂതം ശ്രദ്ധിച്ചത് എൻ്റെ സ്നേഹിതൻ BJPയുടെ വക്താവായിട്ടുള്ള ശ്രീ പത്മകുമാർ പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, BJPയുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് വാഴ്ത്തുപാട്ടിൻ്റെ ബഹളമല്ലായിരുന്നു. ഇപ്പം അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസംഗിച്ച് പ്രചരണം നടത്തിയ ആളുകൾക്ക് അത് പറയാനുള്ള ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ആ തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും, അഹങ്കാരം അമിതമായാൽ, അതൊരാൾരൂപമായി മാറിയാൽ അതിനുള്ള കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്ന ജനാധിപത്യ ബോധമുള്ള രാജ്യമാണ് ഇന്ത്യ, ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. നല്ല സമയത്ത് ജനിച്ച, ഒരുപാട് സമ്പന്നതകളുള്ള, സംസ്കാരമുള്ള, സംസ്കൃതിയുള്ള നാടാണ്, ഈശ്വര വിശ്വാസികളുടെ നാടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയാൻ ഇപ്പോഴെങ്കിലും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ശ്രീ കെ മുരളീധരൻ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ശ്രീ മുരളീധരൻ്റെ തോൽവി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് അഭിമാനപൂർവ്വം സല്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരെടുത്ത് പറയണമെങ്കിൽ അത് കെ മുരളീധരൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കെ മുരളീധരൻ ഇപ്പം ഒരു നിമിഷത്തിൻ്റെ വികാരത്തിൽ ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി, പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഇടതുപക്ഷ മുന്നണി വിജയിച്ചാൽ പോലും എനിക്ക് ദുഃഖമില്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഔന്നത്യം നാം നോക്കിക്കാണേണ്ടത്. വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാതെ, നേമത്തെ 3-ാം സ്ഥാനത്തായിരുന്നല്ലോ അല്ലേ? നേമത്ത് അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ തൃശ്ശൂർ 3-ാം സ്ഥാനത്തായി. ആ 3-ാം സ്ഥാനത്ത് പോകും എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോഴും ഒരു പാർട്ടി നൽകുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരനെങ്കിൽ ഒരു ബ്രേക്കും കെ മുരളീധരൻ എടുക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അറിയാം മുരളീധരൻ ആരാണെന്ന്, മുരളീധരന്റെ ഫൈറ്റിംഗ് മോഡ് എന്താണെന്ന്, ആ മുരളീധരനെ എവിടെ ഇരുത്തണം, എവിടെ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കണം, എങ്ങനെ സംരക്ഷിക്കണം. എന്തുകൊണ്ടാ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതുകൂടി ഉണ്ടല്ലോ ശ്രീ അനിൽ ബോസ്, എന്തുകൊണ്ടാ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതുകൂടി ഉണ്ടല്ലോ. ഈ അന്തർധാരകൾ പാർട്ടിയിലും ഉണ്ടായിരുന്നു, അവിടെ BJPയെ സഹായിച്ചിട്ടുണ്ട്, അത് കോൺഗ്രസിലെ നേതാക്കൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വയം ബോധ്യമായി അദ്ദേഹത്തിന്റെ വോട്ടുകൾ എന്തുകൊണ്ട് കുറഞ്ഞുവെന്ന്. അത് മറ്റാരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം ഒരു LDFനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെ LDFന്റെ വോട്ടുകൾ ഇത്രയുമല്ലേ കൂടിയിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തൃശ്ശൂരിൽ വലിയ പോളിംഗ് ഒന്നും നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കുതിച്ചുയരണം LDFന്റെ വോട്ടുകൾ എന്ന് വാശി പിടിക്കാനും പറ്റില്ല. പക്ഷെ കുറഞ്ഞത് കെ മുരളീധരന്റെ വോട്ടുകളാണ്. അത് മാത്രമല്ല, കേരളത്തിലുള്ള തരംഗം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അത് മോദി വിരുദ്ധത, അല്ലെങ്കിൽ മോദി അവിടെ നിന്ന് മാറണം എന്നത് മാത്രമല്ല ഉദ്ദേശിച്ചത്, പിണറായിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഈ പിണറായി സർക്കാർ ഒരു അടി കൊടുക്കണം എന്നുള്ള വിശ്വാസം കൂടി ഉണ്ടായിരുന്നില്ലേ 2019 ആ ശബരിമല വിഷയമൊക്കെ വന്നതുപോലെ? അതുകൂടി പ്രതിഫലിച്ചുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിലും UDFന് കിട്ടിയത്. അവിടെയാണ് താൻ പിന്തള്ളപ്പെട്ടു പോയല്ലോ എന്നുള്ള ബോധ്യം, ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ സങ്കടം കെ മുരളീധരൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആരോ അവിടെ പാലം വലിച്ചു, അത് BJPക്ക് വേണ്ടിയുള്ള പാലം വലി കൂടിയാണെന്ന് കെ മുരളീധരന് ബോധ്യമായി. അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. അതൊക്കെ നമുക്ക് വിശദാംശങ്ങൾ വരട്ടെ. നമുക്ക് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ഓരോ സാഹചര്യങ്ങൾ എടുത്തിട്ട് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ BJP അവിടെ ജയിച്ചു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ BJPയുടെ രാഷ്ട്രീയ വിജയമായി തൃശ്ശൂരിലെ വിജയത്തെ ഞാൻ കാണുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു പരിധിക്കപ്പുറം ഒരാളെ വ്യക്തിഹത്യ ചെയ്താൽ
അതാരായാലും ഏത് പാർട്ടി ആയാലും അത് ഏത് കാര്യത്തിലായാലും ഏത് രംഗത്തായാലും ഒരു പരിധിക്കപ്പുറം വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ജനങ്ങൾക്കൊരു സെന്റിമെന്റ്സ് സ്വാഭാവികമാണ്. അദ്ദേഹം തൃശ്ശൂർ പാർലമെന്റ് മത്സരിക്കുന്നു, തോക്കുന്നു. തൃശ്ശൂർ അസംബ്ലി മത്സരിക്കുന്നു, തോക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ഇടത് ക്യാമ്പിൽ നിന്നും മറ്റ് ക്യാമ്പുകളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള ഇപ്പം ഞങ്ങളുടെ ആളുകളും അടക്കം അദ്ദേഹത്തെ ഒരുപാട് അപഹസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപഹസിക്കുക എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ആ അപഹസിക്കുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യും. അതിന് രാഷ്ട്രീയമൊന്നും അവിടെ നോക്കത്തില്ല. അതുകൊണ്ട് തൃശ്ശൂരിലെ വിജയം ഏതെങ്കിലും ഒരു പാർട്ടി എൽ ഡി എഫിനെ കാലുവാരിയിട്ടും യു ഡി എഫിനെ കാലുവാരിയിട്ടും ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യു ഡി എഫിനും എൽ ഡി എഫിനും കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന പല ആളുകളും ഇത്രയും കാലമായില്ലേ, ഇത്രയുമൊക്കെ ആളെ അദ്ദേഹത്തെ ഇട്ട് ചവിട്ടിയില്ലേ, സുരേഷ് ഗോപി അല്ലേ, അതായിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് എൻ്റെ ബോധ്യം. ആ ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ചെയ്തു. അല്ലാതെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ ആ വിജയത്തെ കാണുന്നില്ല. അവർക്കങ്ങനെ പറയാം, ഞങ്ങളുടെ ശക്തിയാണ്, എൻ ഡി എയുടെ ശക്തിയാണെന്ന് പറയാം. അവരുടെ വോട്ടുണ്ടാവും, അവരുടെ അടിത്തറ വോട്ടുണ്ടാവും, അതിനൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അതിലുപരിയായി സുരേഷ് ഗോപിയോട് ഒരു സെന്റിമെന്റ്സ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു കാലത്ത് അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ക്യാമ്പയിനുകൾ. അത് ഏത് ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതൊരു സെന്റിമെന്റ്സ് ഉണ്ടാകാനും ആ വോട്ട് അദ്ദേഹത്തിൽ എത്താനും സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല. അതുപോലെ മറ്റു മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ തിളക്കമാർന്ന വിജയത്തെ, അതായത് 9 മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുകയാണ്. അത് ചിലയിടങ്ങളിൽ 2 ലക്ഷവും കടന്ന് കുതിച്ച് വയനാട്ടിൽ 3 ലക്ഷവും കടന്ന് 3.25 ലക്ഷത്തിൽ അധികമായിട്ട് വരികയാണ്. അപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് ഓരോയിടത്തും കിട്ടുന്നു. അടൂർ പ്രകാശ് ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം വിജയം തിളക്കമുള്ളതായിരുന്നു. അദ്ദേഹം മാത്രമാണ് കഷ്ടിച്ച് ആറ്റിങ്ങലിൽ ജയിച്ചത്. അതിൽ എന്തൊക്കെ ഫാക്ടറികൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും കേരളത്തിൽ താങ്കളുടെ വിലയിരുത്തലിൽ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിരുദ്ധതയായിരുന്നു ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 19 സീറ്റിൽ ജയിക്കാനുള്ള തുറുപ്പുചീട്ട് പിണറായി വിരുദ്ധതയാണ്. ആ വിരുദ്ധത ജനങ്ങൾക്ക്, ഞങ്ങൾക്ക് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കാർക്ക് മാത്രമല്ല, പിണറായിയുടെ ധാർഷ്ട്യ രാഷ്ട്രീയത്തോട്, സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളോട് വളരെ കൃത്യമായ പ്രതിഷേധം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒരുപോലെ അലയടിച്ചുയർന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ധർമ്മടത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തിന് മറികടന്ന്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് കെ സുധാകരൻ വോട്ട് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ കൃത്യമായ പിണറായി വിരുദ്ധത ഈ സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ചിട്ടുണ്ട്. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം, നേരത്തെ സമ്പത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം, ഇന്ത്യ സഖ്യത്തിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യം കൃത്യമായ ബോധ്യം മോഡിക്കെതിരായി, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി, വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഈ രാജ്യം നിലനിൽക്കണമെന്നും ഈ നാടിന്റെ ഭരണഘടന നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എനിക്കറിയാലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ ബൂത്തിലെയും 10-20 ആളുകൾ സ്ഥായിയായി CPM മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ CPM-നോട് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യാൻ പോയിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ലല്ലോ. CPM-കാരായ അതേസമയം അനുഭാവികളായി നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ ഇതിനു മുമ്പ് മഞ്ജുഷുമായി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജയിക്കും. ആ ജയിക്കുന്നത് 1 ലക്ഷത്തിന് മുകളിൽ പോകുന്നെങ്കിൽ ഞങ്ങളുടെ എതിരാളികളാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നവരടക്കം ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവരങ്ങനെ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരങ്ങനെ വോട്ട് ചെയ്യുന്നത് ഈ സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളിലുള്ള പ്രതിഷേധമാണ്. CPM തിരുത്തത്തില്ല, CPM-ന് തിരുത്താൻ കഴിയില്ല. പഴയ CPM അല്ലെന്ന് ഞാനിതൊന്നും സംസാരിക്കാതിരുന്നത് സമ്പത്തും നമ്മളുമായി ഒരു തർക്കം വേണ്ട. ഒരാൾ വീണ് കിടക്കുമ്പോൾ ചവിട്ടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പോയിന്റിലേക്ക് കടക്കാഞ്ഞത്. അത് കടക്കാൻ പോലും തയ്യാറാഞ്ഞത്. ഇപ്പോഴും ഇവരുടെ പാർട്ടിക്ക് തിരുത്താൻ പറ്റില്ല എന്നേ. കാരണം ഇവരുടെ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയാതെ വാ മൂടിക്കെട്ടിയിരിക്കുന്നവരെ മാത്രമേ അതിനകത്തേക്ക് പോയുള്ളൂ. തുറന്നു പറയാൻ ആർജവമുള്ള പലരും ഉണ്ട്, പക്ഷെ അവരാരും പറയുന്നില്ല. പറയാൻ കഴിയുന്ന ആളുകളെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുമില്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് സ്തുതിവേല ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമാണ് CPM ലീഡർഷിപ്പ് അല്ലെങ്കിൽ ക്യാബിനറ്റിലൊക്കെ ഉള്ളത്. മുഖ്യമന്ത്രിക്കെതിരായി മിണ്ടാൻ കഴിയില്ല. ആ മുഖ്യമന്ത്രിയെ പേടിയാണ് ഇവർക്ക്. ഒരു സ്വന്തം, ഇപ്പൊ മുരളീധരൻ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, പറയാൻ മുരളീധരൻ ഒരു തന്റെ ഇടം ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ഞങ്ങളത് പോസിറ്റീവായി എടുക്കുമല്ലോ, തിരുത്തണ്ടാണെ തിരുത്തുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു CPM-കാരന് നട്ടല്ലുറപ്പോടെ മുഖ്യമന്ത്രിയുടെ നടപടികളിലുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ആർജവമുണ്ട്. വലിയൊരു വെല്ലുവിളിയാണ്.